കെ രാഗേഷിനെ അഭിനന്ദിച്ചുള്ള കുറിപ്പിൽ ദിവ്യ എസ് അയ്യർ IAS-നെതിരെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. ചീഫ് സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. സംഭവത്തിൽ വിവാദം തുടരവെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ദിവ്യ എസ് അയ്യർ രംഗത്തെത്തി. ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണ്. അത് പതയല്ല, എൻ്റെ ജീവിതപാതയാണെന്നും ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അഭിപ്രായം സ്വാഭാവികമെന്നും കെ മുരളീധരൻ ഭാഷ സൂക്ഷിക്കണമെന്നും CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി KK രാഗേഷിനെ പുകഴ്ത്തിയ സംഭവത്തിൽ ദിവ്യയ്ക്കെതിരെ കൂടുതൽ പരാതികൾ. RYF-ന് പിന്നാലെ യൂത്ത് കോൺഗ്രസും പരാതിയുമായി രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനാണ് ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പൊതുജന പരാതി പരിഹാര ഡയറക്ടർക്കും പരാതി നൽകിയത്. IAS ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് ആരോപണം. കെ മുരളീധരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമടക്കം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥനും ദിവ്യയെ തള്ളി. ഇതിന് പിന്നാലെയാണ് ദിവ്യ തന്നെ മറുപടിയുമായി രംഗത്തെത്തിയത്. മഴ പെയ്തു കഴിഞ്ഞ് മരം പെയ്യുന്ന പോലെ എവിടെയൊക്കെയോ ചിലമ്പുന്നതും പുലമ്പുന്നതും കേൾക്കുന്നുണ്ടെന്നും ബോധ്യമുള്ളപ്പോൾ സ്നേഹാദരവ് അർപ്പിക്കുന്നത് അന്നും ഇന്നും ഒരു പതിവാണെന്നും ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ദിവ്യ എസ് അയ്യരെ പിന്തുണച്ചും കെ മുരളീധരനെ വിമർശിച്ചും AK ബാലൻ രംഗത്തെത്തി. വടക്കൻ പാട്ടുകളിലെ ഉണ്ണിയാർച്ചയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു ബ്യൂറോക്രസിയിലെ ഒരു ഉണ്ണിയാർച്ചയായി ദിവ്യ എസ് നായർ മാറിക്കഴിഞ്ഞു. അയ്യർ അവരങ്ങനെ തകർക്കാൻ കഴിയില്ല. അവരവർ ചിന്തിക്കേണ്ട കാര്യങ്ങളെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കുന്നില്ല, എനിക്ക് പ്രതികരണമില്ല. അതിൽ അവരവർ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കർണന് പോലും അസൂയ തോന്നുന്ന KKR കവചമെന്നായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള രാഗേഷിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റ്. 24 തിരുവനന്തപുരം.